ഹായ് എല്ലാവർക്കും നമസ്കാരം. ബസൂക്ക ആൻഡ് എമ്പുരാൻ ഈ രണ്ട് മൂവിയുടെ ആര് വിജയിച്ചു എന്നുള്ള ഒരു ചെറിയൊരു ഒരു 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 റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ ആദ്യം ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബസൂക്ക ആദ്യ ദിവസം നേടിയത് 3.15 ലക്ഷമാണ് ആദ്യ ദിവസം നേടിയത്. രണ്ടാം ദിവസം 2 കോടിക്ക് അകത്തും, മൂന്നാം ദിവസവും 2 കോടിക്കകത്തും, നാലാമത്തെ ദിവസം ഇന്ന് ഞായറാഴ്ച ഈ ഏകദേശം 2.5 കോടിക്കുള്ളിൽ വരുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ആകെ ഈ 4 ദിവസം ടോട്ടൽ നേടിയ കളക്ഷൻ അതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് എമ്പുരാൻ ആദ്യ ദിവസം കൊണ്ട് നേടിയത്, 14.5. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, എങ്ങനെയായിരിക്കും കേരളത്തിലെ ഒരു സ്റ്റാർ വാല്യൂ അല്ലെങ്കിൽ ഈ ബോക്സ് ഓഫീസ് കിങ് ആരാണെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ബസൂക്ക 300 തിയേറ്ററുകളിലാണെങ്കിൽ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും 80% ഒക്യുപ്പൻസിയിലായിരുന്നു നമ്മുടെ എമ്പുരാൻ റിലീസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചെറിയ മാറ്റമുണ്ട്. കാരണം ബസൂക്കയുടെ കൂടെ ഇറങ്ങിയത് ആലപ്പുഴ ജിംഖാനയും മരണമാസും അജിത്തിന്റെ തമിഴ് സിനിമയും. അപ്പോൾ ആ ഒരു കമ്പാരിസൺ ഇതിലുണ്ട്. എങ്കിൽ പോലും ബോക്സ് ഓഫീസ് കിങ് ആൻഡ് പുള്ളർ ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ തന്നെയാണ്. അപ്പോൾ ബസൂക്ക ഇനി ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഒരു 4 ദിവസം കൊണ്ട് 30 കോടിക്കടുക്കത്ത് വരുമെന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഫസ്റ്റ് ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയത് 68 കോടിയാണ് വേൾഡ് വൈഡ്. ഈ ബസൂക്ക നേടിയത് 4-5 ദിവസം കൊണ്ട് 30. ഇതിന്റെ പകുതി, ആദ്യ ദിവസത്തിന്റെ എമ്പുരാൻ നേടിയ ആദ്യ വേൾഡ് വൈഡ് കളക്ഷന്റെ പകുതി പോലും ബസൂക്ക നേടില്ലെന്നാണ് റിപ്പോർട്ട്. സ്റ്റൈലിഷ് ആയിട്ട് വന്നാലും, എത്ര സ്റ്റൈലിഷ് ആയി വന്നാലും അതിനൊരു പരിധി ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളിതിൽ കാണുന്നത്. അപ്പോൾ ആരാണ്, ബസൂക്കയാണോ എമ്പുരാനാണോ മുന്നിൽ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ പോലും ബസൂക്ക ഇനിയുള്ള ദിവസം, തിങ്കൾ, ചൊവ്വ, ബുധൻ ഉള്ള ദിവസങ്ങളൊക്കെ കളക്ഷൻ കുത്തനെ കുറയും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. കാരണം ഈ നല്ല വിഷു ദിന സമയങ്ങൾ പോലും ബസൂക്കയുടെ കളക്ഷൻ പറഞ്ഞാൽ ഒരു 50% ഒക്യുപ്പൻസിയിൽ താഴെയാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ബസൂക്കയേക്കാൾ കൂടുതൽ ജിംഖാന, ആലപ്പുഴ ജിംഖാനൊക്കെയാണ് കൂടുതൽ നല്ല റിപ്പോർട്ടായിട്ട് വരുന്നത്, കളക്ഷനൊക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എമ്പുരാന്റെ മുന്നിൽ മറ്റുള്ള സിനിമകൾ മുട്ടുകുത്തി എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.